നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് അറിയിപ്പൊക്കെ വന്നിരുന്നു. ഈ മാസത്തെ പെൻഷൻ്റെ വിതരണം ഈ മാസം അവസാനം, അതായത് 25-ന് ശേഷമേ ഉണ്ടാകൂ എന്നായിരുന്നു സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വിചാരിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇന്നലെ ഈ ഒരു പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സർക്കാർ പ്രഖ്യാപനത്തെ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായി വിമർശിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വലിയൊരു ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ മാസത്തെയും പെൻഷൻ നേരത്തെ തന്നെ, അതായത് 20-ാം തീയതിയോടുകൂടി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തെയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വലിയ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് കണ്ടത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണ തീയതി നേരത്തെ പ്രഖ്യാപിച്ചതെന്നാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആരോപിച്ചത്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതി പറയേണ്ടതുണ്ടോ, അതങ്ങ് വിതരണം ചെയ്താൽ പോരെ എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തുതന്നെയായാലും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 62 ലക്ഷത്തോളം ആളുകൾക്ക് വെള്ളിയാഴ്ച മുതൽ അവരുടെ അക്കൗണ്ടുകളിലും അതോടൊപ്പം തന്നെ കൈകളിലുമൊക്കെ വിതരണം ആരംഭിക്കാൻ പോകുന്ന എന്ന വലിയ ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു വാർത്തയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും എത്തിയത്. പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള തുക അനുവദിച്ചതായും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക അനുമതി വേണം. അതിനാലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഒരു പെൻഷൻ വിതരണം നടത്തുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും എത്തിയത്. ഇതിനെ പല നേതാക്കന്മാരും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായതെന്ന്. എന്നാൽ നമുക്കറിയാം, കൃത്യമായി ഇപ്പോൾ എല്ലാ മാസവും 1600 രൂപ എല്ലാ ആളുകൾക്കും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. വിഷുവിന് നമുക്ക് കണ്ടതാണ്. വിഷുവിന് ഏപ്രിൽ 14-ന് മുമ്പ് തന്നെ ആ മാസത്തെ പെൻഷൻ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കുടിശ്ശികയുള്ള ഒരു മാസത്തെ പെൻഷൻ കഴിഞ്ഞ മാസം വിതരണം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ മാസം നമുക്കറിയാം 3200 രൂപയാണ് നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ ലഭിച്ചത്. ഇനിയിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. ഈ ഒരു പെൻഷനും, അതായത് ഈ ഒരു 2 കുടിശ്ശികയും 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശിക മുഴുവൻ തീർക്കുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഈ വർഷത്തെ, അതായത് 2025-ലെ മസ്റ്ററിങ്ങും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ഈ മാസം 25 മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിങ് ചെയ്യുവാൻ കഴിയുക. ഇനിയിപ്പോൾ 2025 ഓഗസ്റ്റ് മാസം 24 വരെ മസ്റ്ററിങ് ചെയ്യുവാനുള്ള അവസരവും സംസ്ഥാന സർക്കാർ തന്നിട്ടുണ്ട്. അതായത് 2 മാസ കാലയളവിനുള്ളിലാണ് നമ്മൾ ഈ ഒരു 2025-ലെ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത്. ഇത്തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ അനുവദിച്ച് കിട്ടുക. അപ്പോൾ എല്ലാ ആളുകളും കൃത്യമായ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്പർ ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പരും നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഈ ഒരു മൊബൈലിലേക്ക് നമ്മളുടെ മസ്റ്ററിങ് നടത്തുമ്പോൾ വരുന്ന OTP വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു OTP വരുന്ന മൊബൈൽ നമ്പർ എടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായുള്ള പെൻഷൻ വിതരണ അറിയിപ്പുകളും മറ്റു വാർത്തകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്